ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാഗർകോവിലിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തും. പശ്ചിമബംഗാളിൽ റോഡ് ഷോയിലും പൊതുയോഗങ്ങളിലും സജീവമായി മമതാ ബാനർജി. മലയാളികൾ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വിഷുക്കണി ദർശനത്തിന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം നൽകുന്നത് ലക്ഷ്യമിട്ട് 2023 പാസാക്കിയ നിയമം 2029 മുതൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സമ്മേളനം. ഈ മാസം 23 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിൽ പ്രചാരണം സജീവം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ ശ്രീ നരേന്ദ്രമോദി ഇന്ന് നാഗർകോവിലിലെത്തും. യാത്രാമധ്യേ ഉച്ചയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗമാണ് നാഗർകോവിലിലേക്ക് തിരിക്കുക. സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാഗർകോവിലിൽ നടക്കുന്ന റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി, കേന്ദ്രമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ പീയൂഷ് ഗോയൽ എന്നിവരും പങ്കെടുക്കും. മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ഇന്ന് സേലം ജില്ലയിൽ പ്രചാരണം നടത്തുന്നു. നടൻ വിജയ് ചെന്നൈയിൽ പ്രചാരണത്തിനായുള്ള അനുമതി തേടിയിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ പ്രചാരണം ശക്തമാകുന്നു. BJP മുതിർന്ന നേതാവ് അമിത്ഷാ ഇന്ന് വടക്കൻ ബംഗാളിൽ നിരവധി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുകയാണ്. ധനമന്ത്രി നിർമ്മല സീതാരാമനും മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയും ഇന്ന് സംസ്ഥാനത്ത് നിരവധി പരിപാടികളിൽ പങ്കെടുക്കും. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി ഇന്ന് വടക്കൻ ദിനാജ്പൂർ ജില്ലയിലെ ഇസ്ലാംപൂരിൽ നടക്കുന്ന പൊതുയോഗത്തിലും സിലിഗുഡിയിലും ചൽസയിലും നടക്കുന്ന റോഡ് ഷോകളിലും പങ്കെടുക്കും. ബീഹാർ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സമ്രാട് ചൌധരി സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പട്നയിലെ ലോക് ഭവനിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത്. രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട JDU അധ്യക്ഷൻ നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സമ്രാട് ചൌധരി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത്. സംസ്ഥാനത്ത് ഉന്നത പദവി ഏറ്റെടുക്കുന്ന ആദ്യത്തെ BJP നേതാവ് കൂടിയാണ് അദ്ദേഹം. ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും ആഘോഷ പുലരിയായി ഇന്ന് വിഷു. കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിലാണ് മലയാളികൾ. മേടം 1 സാധാരണയായി വിഷു ആഘോഷിക്കുന്നതെങ്കിൽ ഇക്കുറി മേടം 2 വിഷു എത്തിയത്. ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ ഭക്തരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ കേരളീയർക്കും വിഷു ആശംസകൾ നേർന്നു. വിഷു പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും ഉത്സവമാണെന്നും എല്ലാവരോടും അനുഭാവപൂർണമായ സമീപനം പുലർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെയാണ് ഈ അവസരം ഓർമ്മിപ്പിക്കുന്നതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും ആഭ്യന്തരമന്ത്രി അമിത്ഷായും മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്നു. വിഷുനാളിൽ കണ്ണനെ ഒരു നോക്ക് കാണാൻ ഗുരുവായൂരിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. വലിയ ഭക്തജന തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് മുൻപിൽ കണിക്കോപ്പുകളൊരുക്കി ഐശ്വര്യസമൃദ്ധമായ കണി കാണാൻ ആയിരങ്ങളാണ് ഗുരുഭവനപുരിയിലേക്ക് ഒഴുകിയെത്തിയത്. ഇന്നലെ രാത്രി തൃപ്പുകയ്ക്ക് ശേഷം കീഴ്ശാന്തിമാരാണ് കണി അലങ്കരിച്ചത്. ഓട്ടുരുളിയിൽ ഉണക്കലരി, വെള്ളരി, കണിക്കൊന്ന, മുല്ലപ്പൂ, ചക്ക, മാങ്ങ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, അലക്കിയ മുണ്ട്, സ്വർണം, നാണ്യം എന്നിവ കൊണ്ടാണ് കണിയൊരുക്കിയത്. അലങ്കാരത്തോടെയുള്ള ശ്രീകൃഷ്ണന്റെ സ്വർണ്ണത്തിടമ്പ് പൊൻപീഠത്തിലാണ് ഒരുക്കിയത്. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിട്ടുണ്ട്. പുലർച്ചെ മേൽശാന്തി കണ്ണനെ കണി കാണിച്ച് ഭക്തർക്ക് വിഷു കൈനീട്ടവും നൽകുകയായിരുന്നു. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കി ഭക്തർ വിഷു സദ്യയിലും പങ്കുചേർന്നാണ് മടങ്ങുക. പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദർശനത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 4:30 മുതൽ രാവിലെ 9 വരെയാണ് തിരുവാഭരണം ചാർത്തി ദർശനം നടന്നത്. തിരുവാഭരണത്തിലെ അശ്വാരൂഢനായ അയ്യപ്പന്റെ രൂപമുള്ള കാണിപ്പൊന്ന് രാവിലെ കാണാതെ പോയത് പരിഭ്രാന്തി പരത്തിയെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ ക്ഷേത്രത്തിലെ തറയിൽ നിന്ന് കണ്ടുകിട്ടി.
ജില്ലയിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ഭക്തരുടെ വൻ തിരക്കാണ് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. വിവിധയിടങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, മൂന്നാർ എന്നിവിടങ്ങളിലാണ് അൾട്രാവയലറ്റ് സൂചിക ഏറ്റവും ഉയർന്ന തോതിൽ രേഖപ്പെടുത്തിയത്. ഇന്ന് എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വീണ്ടും സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തി പാലക്കാട് ജില്ല. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഒരാഴ്ചക്കിടയിൽ രണ്ടാം തവണയാണ് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. നിലവിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആദ്യമായി 40.1 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയത്. പാലക്കാട് ചുരത്തിലൂടെയുള്ള കാറ്റിന്റെ സഞ്ചാരമാണ് തമിഴ്നാടിന് സമാനമായ ചൂട് ജില്ലയിൽ അനുഭവപ്പെടാൻ കാരണം. ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിലാണ് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത്. രാവിലെയും രാത്രിയും 27.3 ഡിഗ്രി സെൽഷ്യസ് ആണ് ജില്ലയിൽ നിലവിൽ രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില. അതേസമയം ചൂട് തുടരുമെങ്കിലും ഉഷ്ണതരംഗത്തിന് സാധ്യതയില്ലെന്നും വരും ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം. വേനൽ കനക്കുമ്പോൾ രാത്രികാല തണുപ്പ് ആസ്വദിക്കാനായി മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ വലിയ ഒഴുക്ക്. പകൽ താപനില 30 ഡിഗ്രി വരെ ഉയരുന്നുണ്ടെങ്കിലും സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി കാലാവസ്ഥ വൻതോതിലാണ് മാറുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മൂന്നാറിൽ 10 ഡിഗ്രിയും സമീപ പ്രദേശമായ ചിന്നക്കനാലിൽ 15 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു രാത്രികാല താപനില. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവും പ്രകടമാകുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ബംഗളൂരു M ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. രാത്രി 7:30 കൊച്ചിയിലാണ് കളി. 8 കളികളിൽ 1 കളി മാത്രം ജയിച്ച ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 13ാമതാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഈ മാസം 30 വരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രത്യേക സർവീസുകൾ നടത്തും. മസ്കറ്റ്, ഷാർജ, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലേക്കാണ് സർവീസുകൾ. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിലാണ് മസ്കറ്റിലേക്ക് സർവീസ്. ഷാർജയിലേക്ക് ദിവസവും സർവീസ് ഉണ്ടാകും. ചൊവ്വ, ശനി ദിവസങ്ങളിലാണ് ജിദ്ദയിലേക്ക് സർവീസ്. റിയാദിലേക്ക് വ്യാഴം, ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ സർവീസ് നടത്തും. കോഴിക്കോട് പെരുവണ്ണാമൂഴിയിൽ പരിക്കേറ്റ കാട്ടാന ചെരിഞ്ഞു. പയ്യാനിക്കോട്ട് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുവളപ്പിലിറങ്ങിയ കാട്ടാനകളെ തുരത്തുന്നതിനിടെ കൂട്ടത്തിലുണ്ടായിരുന്ന പിടിയാന അക്രമാസക്തിയായി വനംവകുപ്പ് ജീവനക്കാർക്ക് നേരെ ഓടിയെടുക്കുകയായിരുന്നു. അക്രമാസക്തിയായ ആന അടുത്തുണ്ടായിരുന്ന ഷീറ്റ് മേഞ്ഞ കാർ ഷെഡ് തകർക്കുന്നതിനിടെ ഷെഡിന്റെ ഇരുമ്പ് തൂൺ നെഞ്ചിലേക്ക് തുളച്ചു കയറിയാണ് അപകടം. വനംവകുപ്പ് തുടർ നടപടികൾ ആരംഭിച്ചു. ഇടുക്കി കട്ടപ്പനയിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ യുവാവ് മരിച്ചു. മേരികുളം മണ്ണഞ്ചേരി സ്വദേശി ജെയ്സൺ തോമസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രി കട്ടപ്പന 20 ഏക്കറിന് സമീപമാണ് അപകടം ഉണ്ടായത്. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം തുടരുന്നു. സെൻസെക്സ് 1158 പോയിന്റ് ഉയർന്ന് 78,006-ലും നിഫ്റ്റി 360 പോയിന്റ് നേട്ടത്തിൽ 24,203-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില കൂടി. പവന് 1,040 രൂപ വർദ്ധിച്ച് 1,13,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് വില. വരുന്ന അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ മറ്റന്നാൾ മുതൽ ഈ മാസം 22 വരെ നടക്കും. കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളിലും ഡൽഹി, മുംബൈ, ബംഗളൂരു, ചെന്നൈ, ഷാർജ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലുമായി ആകെ 152 പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ 3 ദിവസത്തെ പ്രത്യേക സമ്മേളനത്തിന് നാളെ തുടക്കമാകും. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതം. നാഗർകോവിലിലേക്കുള്ള യാത്രാമധ്യേ പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തെത്തും. പശ്ചിമബംഗാളിൽ റോഡ് ഷോയിലും പൊതുയോഗങ്ങളിലും സജീവമായി മമതാ ബാനർജി. മലയാളികൾ ഐശ്വര്യത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും വിഷു ആഘോഷത്തിൽ. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വിഷുക്കണി ദർശനത്തിന് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജനത്തിരക്ക്. ബീഹാർ മുഖ്യമന്ത്രിയായി സമ്രാട് ചൌധരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കുന്നു. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് കടന്നു. എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.